ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ശബദിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. ഇന്ന് മോർണിംഗ് മന്നായിൽ നമുക്ക് കുടുംബ ആരാധനയുടെ യോജിപ്പും സൃഷ്ടിപ്പും എന്നതിനെക്കുറിച്ച് ചിന്തിക്കും. മലാക്കി പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. സ്തോത്രം. ലോക ചരിത്രത്തിലെ നാം ഇന്ന് സംഭവങ്ങളൊക്കെയും പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാം ഇവിടെ കുറിവാക്യമായിട്ട് വായിച്ച മലാക്കി പ്രവചനം 3:2 പറയുന്നത്: അവൻ വരുന്നതായ ദിവസത്തെ ആർക്ക് സഹിക്കുവാനായിട്ട് സാധിക്കും? അവർ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ ആര് നിലനിൽക്കും എന്നുള്ളതായ ചോദ്യം ഇവിടെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും ആയിത്തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരാധനയുടെ ആ പങ്ക് ഏറ്റവും വലുതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കുടുംബ ആരാധനയാണെങ്കിലും സഭയുടെ ആരാധനയാണെങ്കിലും വിശുദ്ധ ശബദിലുള്ള ആരാധന, അതുപോലെ ഭവനങ്ങളിലുള്ള കൂട്ടായ്മകൾ, അങ്ങനെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തീർച്ചയായും ദൈവമക്കൾ ഒത്തൊരുമിച്ച് കൂടുന്നതും ക്രിസ്തുവിലുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നതും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്നതും അത് മറ്റനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുന്നതും തീർച്ചയായും അനുഗ്രഹമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവവേദനയുടേതായ വലിയ ഉത്തരവാദിത്തത്തിൽപ്പെടുന്നതായ ഒരു വലിയ കാര്യമാണ് കുടുംബ ആരാധന എന്നുള്ളത്. നാം കുടുംബത്തിലായിരിക്കുമ്പോൾ കുടുംബനാഥൻ തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയൊക്കെയും കൂട്ടി വരുത്തി സന്ധ്യാസമയത്ത് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തി തിരുവചനം വായിച്ചു, കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്നുള്ള നിർദ്ദേശങ്ങളെയൊക്കെയും പകർന്നു കൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ആ ഒരു നല്ല അനുഭവം ആണ് ആ കുടുംബത്തിൻ്റെതായ അനുഗ്രഹം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അപ്രകാരം ഒരു കുടുംബത്തെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. ഇയ്യോബിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇയ്യോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ കഷ്ടതയുടേതായ അനുഭവമാണ് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഇയ്യോബ് എപ്രകാരമുള്ള വ്യക്തിയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ബഹുസമ്പന്നനായിരുന്നു. അപ്പോൾ തൻ്റെ മക്കളെ സ്ഥലങ്ങളെല്ലാം കൂടുതലുണ്ടായിരുന്ന ഓരോ ഏരിയകളിലും അതിൻ്റെ ഭരണത്തിന് വേണ്ടി അല്ലെങ്കിൽ അത് നോക്കുന്നതിന് വേണ്ടി ഇയ്യോബ് തൻ്റെ മക്കളെ ചുമതലപ്പെടുത്തിയതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആഴ്ചവട്ടം തികയുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം എല്ലാ മക്കളെയും കൂട്ടി വരുത്തി അവർ ഒരുമിച്ച് വിരുന്നൊരുക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇയ്യോബ് തൻ്റെ കുടുംബത്തെ അധികം സ്നേഹിച്ചു, തൻ്റെ കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ചു. അവർ ഒരിക്കലും ദൈവസന്നിധിയിൽ പാപം ചെയ്ത് തെറ്റി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മക്കളായി കാണുവാൻ ഒരിക്കലും ഇയ്യോബ് തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ മക്കൾക്ക് വേണ്ടി യാഗം അർപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തോടുകൂടി മനസ്സോടുകൂടി അവരെയൊക്കെയും ചേർത്ത് നിർത്തി അവരെ കൂട്ടി വരുത്തി അവർ സുഖമായിരിക്കുന്നതായ അനുഭവത്തെക്കുറിച്ച് യഹോവയാം ദൈവത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായ ഒരു നല്ല അനുഭവമുള്ള വ്യക്തിയായിരുന്നു ഇയ്യോബ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ നല്ല മാതൃക നമ്മൾ ഓരോരുത്തരും പിന്തുടർന്നുകൊണ്ട് അപ്രകാരമുള്ള നല്ല മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്ന പിതാവായി തീർന്നുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അപ്പനായി തീർന്നുകൊണ്ട് നാം സഭാവിശ്വാസികളെ സ്നേഹിക്കുന്നവരായി തീർന്നുകൊണ്ട് അതുപോലെ ചുറ്റുപാടുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നവരായി തീരണമെങ്കിൽ തീർച്ചയായും നാം ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന അനുഭവത്തിലായിത്തീരണം. അപ്പോൾ തീർച്ചയായും ആ കുടുംബത്തിലെ ആരാധന തീർച്ചയായും അവരുടെ ജീവിതത്തിലെ അനുഗ്രഹമാണ്. അതിലും ശ്രേഷ്ഠമായ കാര്യമാണ് വിശുദ്ധ സഭയിലുള്ളതായ വിശുദ്ധ ആരാധന. അപ്പോൾ തീർച്ചയായും കുടുംബത്തിൽ ആരാധന നടത്തുന്നതായ പിതാവ് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി വിശുദ്ധ സഭ തോറും വിശുദ്ധ ദേവാലയത്തിൽ കടന്നു വന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയായതുകൊണ്ട് അപ്രകാരം അവർക്ക് വേണ്ടി യാഗം അർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കുന്ന ഒരു ദൈവത്തോട് അടുത്തിരിക്കുന്നതായ അനുഭവം. ഹാനോക്ക്
ദൈവത്തോട് കൂടെ നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് കൂടെ നടക്കുന്നതായ ആ ഒരു നല്ല മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരുടെ ഭവനത്തിൽ എന്തുണ്ടായിരിക്കും? കുടുംബ ആരാധന ഉണ്ടാകും. തന്റെ സഭതോറും വിശുദ്ധ ദേവാലയത്തിൽ കടന്നു വരികയും ആരാധനയിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കുചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായ ഒരു സ്വഭാവം ആ കുടുംബത്തിനുണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ തീർച്ചയായും കടന്നു വരുമ്പോൾ ആര് നിലനിൽക്കുമെന്നുള്ള ചോദ്യത്തിൽ തീർച്ചയായും നാം ഓരോരുത്തരും ആ ചോദ്യത്തിന് മറുപടി സ്വയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായും നാം ആരും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ ഇയ്യോബ് താൻ കർത്താവിനെ തള്ളി പറയാതെ വണ്ണം കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും ആ കർത്താവിനെ തള്ളി പറയാതെ വണ്ണം അതൊക്കെയും സഹിച്ചുകൊണ്ട് ആ ദൈവനാമ മഹത്വത്തെ ഉയർത്തി കാണിച്ചതുപോലെ നമ്മുടെ എളിയ ക്രിസ്തീയ ജീവിത യാത്രയിലും നാം അപ്രകാരം ആയിരിക്കുന്നതായ നല്ല അനുഭവം നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും നാം സ്നേഹിക്കുന്നതൊക്കെയും നഷ്ടപ്പെട്ടു എന്ന് വരാം. നമ്മളെ സ്നേഹിച്ചിരുന്നവർ നമ്മളെ വിട്ട് പോയെന്ന് വരാം. എന്നാൽ അവിടെയൊക്കെയും ദൈവനാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് ആരാധന തീർച്ചയായും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുമ്പോൾ ഒരിക്കലും ഒരു ആരാധന മുടക്കുവാൻ നാം തയ്യാറുള്ളവരായി തീരത്തില്ല. അതുപോലെ കുടുംബത്തിലുള്ളതായ കുടുംബ ആരാധന ഒരിക്കലും അത് മുടക്കം വരുവാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അപ്രകാരമുള്ള നല്ല അനുഭവത്തിലൂടെ ആത്മീക സന്തോഷത്തിലൂടെ നാം ഓരോ കുടുംബങ്ങളും കടന്നു പോകുമ്പോൾ തീർച്ചയായും നമ്മളിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നാം ദൈവത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതായ ജനമായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും അങ്ങനെയുള്ളവരായിരിക്കണം, സൽഗുണപൂർണനാകുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം ഗുണമുള്ളവരായി തീർന്നുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവത്തെ ഏറ്റെടുത്തുകൊണ്ട് നാം സൽഗുണപൂർണനായ ആ യേശുവിനെ ആരാധിക്കുമ്പോൾ നമ്മളും അപ്രകാരമായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിശ്ചയമായും ആ ദൈവത്തിന്റെ വലിയ ആ സ്നേഹം പങ്കുവയ്ക്കുന്നവരായി തീർന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അപ്രകാരം നിലനിൽക്കുന്നവരായി തീർന്നുകൊണ്ട് ദൈവം കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ നാം ആ ശബ്ദം കേൾക്കുന്നവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നാം പ്രാർത്ഥിക്കുമ്പോൾ തമ്മിൽ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരാൾ മറ്റേ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്നതായ വീഴ്ചകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ നല്ല മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടേതായ ജീവിതത്തിൽ ആത്മീയമായ വൈകല്യങ്ങളെയൊക്കെയും സുഖപ്പെടുത്തുവാൻ പാപത്തിൽ നിന്നൊക്കെയും നാം മാറി നിന്നുകൊണ്ട് തീർച്ചയായും ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും ആയിത്തീരുന്നതായ നല്ല അനുഭവം സ്വർഗത്തിലെ ദൈവം നമ്മെ വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. അപ്പോൾ തീർച്ചയായും നാം ഈ ലോകത്തിൽ നിന്നും വേർവിട്ട് ഇരിക്കുന്നവരായി തീർന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട് ആരാധനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, സ്വർഗം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും. ഈ വിശുദ്ധ ശബദില് വിശുദ്ധ ആരാധനയിൽ അതിന്റെ ഭാഗമായി നാം ഓരോരുത്തരും തീരുമ്പോൾ ആത്മീയ സന്തോഷം പ്രാപിച്ചുകൊണ്ട് നിലനിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്ത് ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ തിരുവചന ഭാഗത്ത് സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസം വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ അടിയങ്ങൾക്ക് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഞങ്ങളുടെ വചനപ്രകാരം അടിയങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത് അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ കർത്താവെ, നിന്റെ ആണിപ്പെഴുതുള്ള പൊൻകരം നീട്ടി അവർക്ക് സൗഖ്യം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആരോഗ്യവും ബലവും ആയുസ്സും ഒക്കെയും കൊടുത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം ആത്മീയവും ഭൗതികമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് അടിയങ്ങളെ നിറയ്ക്കണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.